ഡിറ്റ്വ ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി തമിഴ്നാട് അതിശക്തമായ മഴ തുടരുന്നു. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 3000 വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുന്നു. തമിഴ്നാട്ടിൽ 3000 വീടുകളിൽ വെള്ളം കയറി വലിയ നാശനഷ്ടം. ന്യൂനമർദ്ദമായി മാറിയ ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി ഇപ്പോൾ വടക്കൻ തമിഴ്നാട്ടിലെ തീരദേശ മേഖലകളിലടക്കം മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് 6 ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധർമ്മപുരി, കൃഷ്ണഗിരി, തൂത്തുക്കുടി, തിരുനെൽവേലി, കന്യാകുമാരി, രാമനാഥപുരം എന്നിവിടങ്ങളിലാണ് ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ്. അതേസമയം ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇന്ന് മഴ മുന്നറിയിപ്പില്ലെങ്കിലും കനത്ത നാശനഷ്ടം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വരുത്തിവെച്ചിരിക്കുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ചെന്നൈ, തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഡിറ്റ്വ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ശ്രീലങ്കയിൽ മരണസംഖ്യ വർദ്ധിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 465 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ 366 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ദുരിതബാധിതരെ പാർപ്പിക്കാനായി 1441 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെയായി 2 ലക്ഷത്തിലധികം പേരാണ് നിലവിൽ കഴിയുന്നത്. ചുഴലിക്കാറ്റിൽ 565 വീടുകൾ പൂർണ്ണമായി തകരുകയും 20,271 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുകയാണ്. അതേസമയം കനത്ത മഴയെ തുടർന്ന് ചെന്നൈയിലും പ്രാന്തപ്രദേശങ്ങളിലും ഉണ്ടായ വെള്ളക്കെട്ട് ജനജീവിതത്തെ വലിയ തരത്തിലാണ് ബാധിച്ചിരിക്കുന്നത്. ന്യൂനമർദ്ദം കാരണം ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ മഴ പെയ്യുന്നുണ്ട്. ഈറോഡ്, കോയമ്പത്തൂർ ജില്ലകളിൽ കനത്തതോ അതിശക്തമായോ ആയ മഴയ്ക്കും തിരുപ്പൂർ, തേനി, ദിണ്ടിക്കൽ, തെങ്കാശി, തിരുനെൽവേലി, കന്യാകുമാരി, സേലം, നാമക്കൽ ജില്ലകളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. തെക്കൻ ആന്ധ്രയിലെ തീരദേശ ജില്ലകളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.